ധനമന്ത്രിമാർ സ്വപ്നം കാണുന്ന ദിവസമാണ് ബജറ്റ് അവതരണ ദിവസം. രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനും സ്വപ്നം കാണുന്ന ദിവസം തന്നെയാണ് ബജറ്റ് ദിവസം. ഒരുപാട് വലിയ സംസ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുക, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിയമസഭാ സാമാജികരോടും ജനങ്ങളോടും പറയുക. കേരള സർക്കാരിൻ്റെ 6ാമത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചുകൊണ്ട് KN ബാലഗോപാൽ ഇന്ന് രാവിലെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം KN ബാലഗോപാൽ. ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നം കാണാനുള്ള രാഷ്ട്രീയക്കാരുടെയും ധനമന്ത്രിമാരുടെയും ഒക്കെ ദിവസമായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില മറു വേർഷനുകൾ കൊണ്ട് തുടങ്ങുകയാണ്. കഴിഞ്ഞ തവണയും സ്വപ്നം കണ്ടു, അതിന് മുന്നത്തെ തവണയും സ്വപ്നം കണ്ടു. പക്ഷേ ബജറ്റിനുള്ള ശരിക്കുള്ള തുകയുടെ വിനിയോഗം അങ്ങനെയല്ല. ഈ വർഷം കഴിഞ്ഞ ബജറ്റ് കാലത്ത് ജനുവരി മാസം വരെ ബജറ്റിൻ്റെ 32% മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ബജറ്റിലാണെങ്കിൽ 50% ആകെ വിനിയോഗിച്ചിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമാണ്. ശരിയാണോ? അങ്ങേയറ്റം തെറ്റായ ഒരു വാദമാണത്. കാരണം ബജറ്റിൻ്റെ തുകയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ബജറ്റിൻ്റെ ചിലവ് ഞാൻ പറഞ്ഞ ആകെ അദ്ദേഹം പറഞ്ഞ പ്ലാനാണെന്ന് തോന്നുന്നു. പ്ലാനിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്ലാനായാലും അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, ബജറ്റായാലും തെറ്റാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഇത് 1,98,000 കോടിയാണ് നമ്മുടെ ബജറ്റിൻ്റെ ആകെ സൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 1,98,000 ആണെങ്കിലും 2 ലക്ഷം കടക്കും. പക്ഷേ അവസാനം ഒരു 6,000 കോടി രൂപ കേന്ദ്രം കട്ട് ചെയ്തടക്കമുള്ള പ്രശ്നങ്ങൾ വന്നു. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1,98 എന്നുള്ളത് 1,93-നും 1,95-നും അടുത്ത് ഇടയ്ക്ക് ഏകദേശം 90% അല്ല 95%-ലധികം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആവും. ഇനി പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒന്നും പൈസ ചിലവാക്കുന്നില്ല. കഴിഞ്ഞ വർഷം LSEDയുടെ കാര്യം ഇതുപോലെ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം അക്കൗണ്ട് വന്നപ്പോൾ എന്താ 110% ചിലവ്. അപ്പോൾ 100% ഉള്ളപ്പോൾ 10% അധികം സാധാരണ കൊടുക്കുമോ? സാധാരണ കൊടുക്കില്ല. പക്ഷേ ഇതെന്താ അതിനു മുമ്പുള്ള ക്യാരി ഫോർവേഡ് എന്ന് പറയും. അപ്പോൾ 100% കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്തുകൾ കൊടുക്കുന്ന LSD ബഡ്ജറ്റിൻ്റെ 100% ചിലവാക്കി പഴയ 10% കൊടുക്കുകയും ചെയ്തു. ആകെയുള്ള ബഡ്ജറ്റിൻ്റെ 1/3 പഞ്ചായത്തിൻ്റെ വർക്കുകൾക്കാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള വർക്കിനകത്ത് കഴിഞ്ഞ വർഷം 85% ചിലവാക്കി. അതിനങ്ങേ വർഷവും 85-88% ചിലവാക്കി. ഈ വർഷവും യാതൊരു സംശയവുമില്ല ആ പണം ചിലവാകും. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, ജനുവരി 31 ഞാനോ നിങ്ങളോ ഇഷ്ടപ്രകാരമല്ല. ഞാൻ പറയുന്നു, അത് ഞാൻ പറയാം. സാധാരണ ഗവൺമെൻറ് ബഡ്ജറ്റ് സ്പെൻഡിങ് ഏറ്റവും കൂടുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിലാണ് ബില്ലുകൾ പരമാവധി കൊടുത്തു തീർക്കുന്നത്. സ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ചെയ്ത് കൊടുക്കുന്ന പണം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഏത് വകുപ്പുകൾ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, ഈ അവസാനത്തെ ക്വാർട്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പെൻഡിങ്. മാർച്ച് മാസം എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തെ ട്രഷറിയിലെ തിരക്ക് നമ്മൾ പറയുന്നത്? 24,000 കോടി രൂപയൊക്കെ ആകെ ഒരു വർഷം ചിലവാക്കുന്നതിൻ്റെ ഒരു 10-20% മാർച്ച് മാസത്തിൽ കൊണ്ടിട്ട് ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഏപ്രിലിൽ ആവുന്നതിന് മുമ്പ് ധനകാര്യ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കുക എന്നുള്ളത് സാധാരണ പതിവാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം 110% LSDക്ക് ചിലവാക്കിയെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ 85%-ന് മേളിലാണ് അല്ലാതുള്ള പ്ലാൻ ചിലവായത്. അപ്പോൾ ഇത് ശരാശരി കഴിഞ്ഞ കേരളത്തിലെ 50 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഒക്കെയുള്ള കണക്കെടുത്ത് നോക്കിയാലും ഏറ്റവും മെച്ചപ്പെട്ട ചിലവുകളിൽ വരുന്നതാണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ നമ്മുടെ ചിലവ്. അതായത് ജനുവരി 31 വരെ 32% എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കൊണ്ട് ബാക്കിയുള്ള ശതമാനം അല്ല, ആ 38% ശരിയല്ല. ആ 38% ശരിയല്ല. എത്രയുണ്ട്? ആ 38% അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അതെത്രയാണെന്നുള്ളത് ഇപ്പോഴും ഓരോ ദിവസം നോക്കി കണക്കെടുക്കേണ്ടതാണ്. അങ്ങനെ ഒറ്റയടിക്ക് ചുമ്മാതങ്ങ് പറയാവുന്നതല്ല. അത് 2-3 തരത്തിലാണ് വരുന്നത്. ഒന്ന് പ്ലാൻ സ്പേസിൽ നോക്കും. പ്ലാൻ സ്പേസ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനകത്ത് എല്ലാ അക്കൗണ്ടും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ട്രഷറി നോക്കുമ്പോൾ പണത്തിൻ്റെ ചിലവ് അറിയാം. ട്രഷറി നോക്കുന്നത് 100% ശരിയല്ല. ട്രഷറി നോക്കിയാൽ 70% ചിലവായെന്ന് ചിലപ്പോൾ കാണും. അത് ശരിയല്ല. പക്ഷേ ഈ സ്പെൻഡിങ് നമ്മൾ 100 കോടി രൂപയുടെ ഒരു വർക്കുണ്ടെങ്കിൽ പലപ്പം 10, 20, 30 ഒക്കെ ആയിട്ട് ബില്ല് മാറിയാണ് ചിലവാക്കുന്നത് പോലെ അത് വെച്ച് വിലയിരുത്താൻ പറ്റത്തില്ല. ജനുവരി മാസത്തിൽ എത്ര ചിലവായി അതൊക്കെ ഇത് കൃത്യമായി ഈ സിസ്റ്റം അറിയാത്ത ആളുകളോട് അവർ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കണക്ക് നോക്കുന്ന CNDIയുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ആകെ എത്ര ചിലവാക്കിയെന്ന് നോക്കുമ്പോൾ അവസാനത്തെ കണക്കാണ്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ യാതൊരു കുറവും വരില്ല. സ്വാഭാവികമായി ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് പരമാവധി സ്പെൻഡിങ് എല്ലാ വകുപ്പുകളും ചെയ്യാൻ ശ്രമിക്കും, MLAമാർ ചെയ്യാൻ ശ്രമിക്കും, മന്ത്രിമാർ ചെയ്യാൻ ശ്രമിക്കും. ശരി, മനസ്സിലായി. ശരി, അത് നമുക്ക് മാറ്റി വയ്ക്കാം. കഴിഞ്ഞ 5 മാസമായി ട്രഷറിയിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അവസാന കാലത്ത് ബില്ലുകൾ മാറുന്നതും നടക്കാൻ പോകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു.
സർക്കാരിൻ്റെ പേയ്മെൻറ്റിനകത്ത് 2 സിസ്റ്റമുണ്ട്. ഒന്ന് 10 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ ഓരോ സ്റ്റെപ്പ് വെക്കും. ഒരു ഘട്ടത്തിൽ 5 ലക്ഷം രൂപ വരെ ലിമിറ്റാക്കിയിരുന്ന ഘട്ടമുണ്ട് നേരത്തെ. 2 ലക്ഷം രൂപ വരെ ലിമിറ്റാക്കി UDFൻ്റെ സമയമുണ്ട്. അതൊന്നും UDF LDF എന്നാലേ ഞാൻ പറയില്ല. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയാണ് ഏത് ബില്ല് എന്നാലും പാസ്സാവും. അതിനപ്പുറത്ത് പ്രത്യേക കേസുള്ള പാസിന് അതിനകത്ത് വേസ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സ്കീം അനുസരിച്ചിട്ട് എല്ലാം പേ ചെയ്യുക. ഉദാഹരണം, ഈ ഗ്രാമീണ റോഡ് നിർമ്മാണം 1000 കോടിയുടെ പദ്ധതിയുണ്ട്. അതിന് യാതൊരു നിയന്ത്രണമില്ല. പിന്നെ വിദ്യാർത്ഥികൾ, SC ST, പിന്നെ ഹോസ്പിറ്റല് അങ്ങനെയുള്ള മേഖലയിലൊന്നും തടസ്സമില്ല. വലിയ കോൺട്രാക്ടർമാരുടെ ബില്ല് ഒരുമിച്ച് 1 കോടി 2 കോടി 5 കോടി 50 കോടിയൊക്കെ വന്നാൽ അതിന് സിസ്റ്റം ഈ പണം അപ്പുറം എടുത്ത് കൊടുക്കണം. അതിനകത്ത് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞ സിസ്റ്റമുണ്ട്. ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബിൽ ഡിസ്കൗണ്ടിങ് ഇപ്പോൾ ബിൽ ഡിസ്കൗണ്ടിങ് തന്നെയാണ്. ആ ബില്ലിൻ്റെ ഒരു ചെറിയൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ആ ബിൽ ഡിസ്കൗണ്ടിങ് അനുസരിച്ചിട്ട് അങ്ങനെയില്ല. ആകെ 100, 500, 700 കോടി രൂപയായിരിക്കും ഒരു സമയത്ത് ട്രഷറിയിൽ ആകെ പെൻഡിങ് ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ സെക്ഷനിൽ പെൻഡിങ് ഉള്ളൂ. ഞാൻ ഡേ ടു ഡേ ബേസിസിൽ ഈ കാര്യം നോക്കുന്ന ഒരാളാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ. അപ്പോൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആകെ കൊടുക്കാതിരിക്കുന്നില്ല. പിന്നെ കുറേയേറെ മേഖലയിൽ എക്സംഷനാണ്. അപ്പോൾ ഇങ്ങനെ ബിൽ ഡിസ്കൗണ്ടിങ് കാണും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും ഈ വസ്തുതയല്ലാതാവുന്നില്ല. ശരി, ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് സത്യത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബഡ്ജറ്റ് ഉണ്ടാകുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല കുറച്ച് കാലമായി. പക്ഷേ അങ്ങനെയല്ല. സംസ്ഥാന സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്ന ക്ഷേമ പെൻഷൻ 2500 2000 നിൽക്കുകയാണ്. ഇനി വെറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ ചിലപ്പോൾ 1.5 മാസം കൊണ്ട് അതും വരും. ഈ 2500 ഉണ്ടാവില്ലേ മിനിസ്റ്റർ? ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വലിയൊരു തുകയുണ്ട്. അതായത് ഏകദേശം 50,000 കോടി രൂപ വെച്ച് ഒരു വർഷം വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാവരും അംഗീകരിച്ച കാര്യം, ഞാൻ അതിന് കണക്കൊന്നും വിശദീകരിക്കുന്നില്ല. അതിനകത്ത് അതിൻ്റെ പകുതിയെങ്കിലും പണം കിട്ടിയാൽ ഈ 2500 അല്ല, അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഈ 2500 ഉണ്ടാവില്ല എന്നാണ്. അതായത് 500 രൂപയുടെ കൂടുതൽ പ്രഖ്യാപനം അല്ല, അത് കിട്ടും എന്നല്ല, അല്ലല്ല. ഇതിനകത്ത് കയ്യിൽ പണം കിട്ടിയാൽ ചുമ്മാതെ പ്രഖ്യാപിക്കാമല്ലോ വേണമെങ്കിൽ എനിക്കിന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, ഞാൻ ജനുവരി തൊട്ട് അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ട് കൊടുക്കുന്ന പ്രഖ്യാപിച്ചുകൂടെ, ഇനിയും പറഞ്ഞുകൂടെ? അങ്ങനല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞ് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ന്യായമാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ. അങ്ങനല്ല. ഇത് സെൻട്രിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാതെ നമുക്ക് തരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൊടുക്കും. ആ പ്രശ്നത്തിന് ഞങ്ങൾ കേസ് കൊടുക്കുകയും ഫൈറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ആലോചിക്കും. പക്ഷേ ഈ ഫണ്ട് വരണം. ഫണ്ടില്ലാതെ പ്രഖ്യാപനം വണ്ടിച്ചെക്ക് കൊടുത്താൽ മതിയോ? അപ്പോൾ അതുകൊണ്ട് അതുപോലുള്ള കാര്യത്തിനകത്ത് ഞങ്ങളൊരു വിട്ടുവീഴ്ചയില്ല, ഞങ്ങൾ പുറകോട്ടും പോയിട്ടില്ല. ഇപ്പം തന്നെ ഓരോന്നോരോന്ന് കൊടുത്തു തീർക്കുകയാണ്. DAയുടെ കാര്യം ഉൾപ്പെടെ വന്നല്ലോ. ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം ഉൾപ്പെടെ വന്നല്ലോ.